പശ്ചിമേഷ്യൻ കടലിടുക്കിൽ പതിയിരിക്കുന്ന നിശബ്ദമായ മരണക്കെണികൾ മുതൽ ആഗോള വിപണികളെ പിടിച്ചുലയ്ക്കുന്ന വ്യാപാര യുദ്ധങ്ങൾ വരെ ലോകം ഇന്ന് മുൾമുനയിൽ നിൽക്കുന്ന അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ വിന്യസിച്ച നാവിക മൈനുകൾ നേവൽ മൈൻസ് ആഗോള എണ്ണവിലയെ ചുട്ടുപൊള്ളിക്കുമ്പോൾ അമേരിക്കയുടെ ശക്തമായ സൈനിക തിരിച്ചടിയും പാകിസ്ഥാൻ സൗദി പ്രതിരോധ സഖ്യവും മേഖലയെ ഒരു വൻ യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. ഓരോന്നും പരിശോധിക്കാം. വെൽക്കം ടു ലൂക്ക. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ലോകത്തെ ഏറ്റവും വലിയ രണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധം. ഒരു വശത്ത് ഇറാന്റെ മിസൈൽ കരുത്ത്, മറുവശത്ത് സൗദി അറേബ്യയുടെ സ്വാധീനം. ഈ സംഘർഷത്തിനിടയിലേക്ക് മൂന്നാമതൊരാൾ കടന്നു വരികയാണ്, പാകിസ്ഥാൻ. പശ്ചിമേഷ്യയിൽ യുദ്ധം കനക്കുമ്പോൾ ലോകത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് പാകിസ്ഥാൻ നടത്തിയ പ്രഖ്യാപനം ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇന്ന് മാർച്ച് 12, 2026. ഇന്നലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഉപദേശകൻ റാണ സനാവുള്ള നടത്തിയ ആ പ്രഖ്യാപനം ലോകത്തെ ഞെട്ടിച്ചു കഴിഞ്ഞു. സൗദി അറേബ്യ ആവശ്യപ്പെടുന്നതിന് മുൻപേ ഞങ്ങൾ അവിടെ ഉണ്ടാകും. 24 മണിക്കൂറുകൾക്ക് ശേഷം ഇന്ന് ലോകം മറ്റൊരു ഭീതിയിലാണ്. പാകിസ്ഥാൻ തങ്ങളുടെ ആദ്യഘട്ട സൈനിക വിഭാഗത്തെ സൗദിയിലേക്ക് അയക്കാൻ ഉത്തരവിട്ടു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സൗദിക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ പശ്ചിമേഷ്യയെ ചുട്ടുപൊള്ളിക്കുമ്പോൾ പാകിസ്ഥാൻ എടുക്കുന്ന ഈ സൈനിക നിലപാട് ലോകത്തിന്റെ സാമ്പത്തിക ഭൂപടത്തെ എങ്ങനെയാണ് മാറ്റി വരയ്ക്കാൻ പോകുന്നത്? ഇന്ത്യയെ ഇത് എങ്ങനെ ബാധിക്കും? പരിശോധിക്കാം. പാകിസ്ഥാൻ വെറും ഒരു വാഗ്ദാനമല്ല നൽകുന്നത്. പാകിസ്ഥാൻ വളരെ വ്യക്തമായൊരു സന്ദേശമാണ് ഇറാനും ലോകത്തിനും നൽകുന്നത്. സൗദി അറേബ്യയുടെ പരമാധികാരത്തിന് നേരെ എന്ത് ഭീഷണി ഉണ്ടായാലും പാകിസ്ഥാൻ സൈന്യം കൂടെ ഉണ്ടാകും. ഇതിനെ കേവലം ഒരു സൗഹൃദ വാഗ്ദാനമായി മാത്രം കാണാൻ കഴിയില്ല. ഒരു ന്യൂക്ലിയർ പവർ എന്ന നിലയ്ക്ക് അവർ സൗദിക്ക് നൽകുന്ന സംരക്ഷണം ഇറാന് വലിയൊരു മുന്നറിയിപ്പ് കൂടിയാണ്. സൗദി അറേബ്യയിലെ മക്കയും മദീനയും ഉൾപ്പെടെയുള്ള വിശുദ്ധ നഗരങ്ങളുടെ സംരക്ഷണം ഞങ്ങളുടെ ബാധ്യതയാണ് എന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിക്കുമ്പോൾ അത് ഇറാൻ, ഇസ്രായേൽ, US സംഘർഷത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നു. ഇന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാന്റെ സ്ട്രാറ്റജിക് അസറ്റ്സ് സൗദിയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ വിന്യസിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് സൂചന. ഹൗസ് ഓഫ് സൗത്ത് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 2025 ഒപ്പുവെച്ച സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് കരാർ പാകിസ്ഥാൻ ഇപ്പോൾ പ്രായോഗികമാക്കിയിരിക്കുകയാണ്. മിസൈൽ കരുത്ത്. ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ ചെറുക്കാൻ പാകിസ്ഥാൻ തങ്ങളുടെ LY-80, HQ-16 മീഡിയം റേഞ്ച് മിസൈലുകളും FM-90 ഷോർട്ട് റേഞ്ച് മിസൈലുകളും തോളിൽ വെച്ച് തൊടുക്കാവുന്ന ആൻസ MK-3 മിസൈലുകളും സൗദിയിൽ വിന്യസിച്ചു. അതുപോലെ ട്രൈ സർവീസസ്, ത്രിതല സേന, കര, വ്യോമ, നാവിക സേനകളിൽ നിന്നുള്ള സൈനികർ ഇപ്പോൾ സൗദി സൈന്യത്തോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നു. അതുപോലെ പാകിസ്ഥാന്റെ 2 IL-78 MP ചരക്ക് വിമാനങ്ങൾ കറാച്ചിയിലെ മസ്റൂർ എയർബേസിൽ നിന്ന് നിരന്തരമായി സൈനികരെയും ആയുധങ്ങളെയും സൗദിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മറക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമതായി പാകിസ്ഥാന്റെ സാമ്പത്തിക തകർച്ചയാണ്. സൗദി അറേബ്യയിൽ നിന്നുള്ള കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപവും കടവുമാണ് പാകിസ്ഥാനെ നിലനിർത്തുന്നത്. രണ്ടാമതായിട്ട് സൗദിയുമായുള്ള അവരുടെ പ്രതിരോധ കരാറാണ്. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വലിയ ഊർജ്ജ പ്രതിസന്ധിയിലാണ്. സൗദിക്ക് പിന്തുണ നൽകുന്നതിലൂടെ തങ്ങളുടെ എണ്ണ വിതരണവും സാമ്പത്തിക സഹായവും ഉറപ്പാക്കുക എന്നൊരു ഹിഡൻ അജണ്ട കൂടി പാകിസ്ഥാനുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞാൽ സൈനിക ശക്തിയും സാമ്പത്തിക താല്പര്യങ്ങളും തമ്മിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട്, ഒരു മിലിറ്ററി ഇക്കണോമിക് നെക്സസ് ആണിത്. ഇനി ഇറാൻ എന്ന അയൽ രാജ്യത്തെ പിണക്കിയിട്ട് പാകിസ്ഥാൻ എന്തിനാണ് സൗദിയെ സഹായിക്കുന്നത്? ഇതിന് പിന്നിൽ 3 പ്രധാന കാരണങ്ങളുണ്ട്. സാമ്പത്തിക കടപ്പാട്. നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാന്റെ തകർന്ന സാമ്പത്തിക വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നത് സൗദിയുടെ നിക്ഷേപങ്ങളാണ്. റിയാദിലെ സെൻട്രൽ ബാങ്കിലുള്ള സൗദിയുടെ $3 ബില്യൺ പിൻവലിച്ചാൽ പാകിസ്ഥാൻ ഇന്ന് തകരും. അടുത്തത് ഊർജ്ജ സുരക്ഷയാണ്. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ പാകിസ്ഥാൻ കടുത്ത എണ്ണക്ഷാമത്തിലാണ്. പകരമായിട്ട് സൗദിയിലെ യാൻബു തുറമുഖം വഴി റെഡ് സീയിലൂടെ എണ്ണ എത്തിക്കാൻ സൗദി സമ്മതിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തേത് മതപരമായ വൈകാരികതയാണ്. മക്കയുടെയും മദീനയുടെയും സംരക്ഷണം പാകിസ്ഥാൻ തങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്തമായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് സൗദിയിലെ എണ്ണപ്പാടങ്ങൾക്കും US താവളങ്ങൾക്കും നേരെ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഹൂതി വിമതർ വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ ഇറാൻ ഈ ആക്രമണം ശക്തമാക്കിയാൽ സൗദിയുടെ എണ്ണ ഉൽപാദനം നിലയ്ക്കും. ഇത് ലോക വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $180 വരെ അല്ലെങ്കിൽ $200 വരെ എത്തിക്കാൻ കാരണമാകും. ഈ സാഹചര്യം ഒഴിവാക്കാൻ സൗദിക്ക് ഒരു ശക്തമായ സൈനിക സഖ്യം ആവശ്യമാണ്. അമേരിക്കയുടെ പിന്തുണയ്ക്കൊപ്പം പാകിസ്ഥാന്റെ കാലാൾപ്പട കൂടി ചേരുന്നത് സൗദിക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകും. ഇറാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ ഈ നീക്കം ഒരു വലിയ പ്രകോപനം തന്നെയാണ്. സിസ്താൻ, ബലൂചിസ്ഥാൻ മേഖലയിൽ ഇറാൻ ഇതിനോടകം തന്നെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്.
ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടാൽ കടുത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഇറാൻ നൽകിയ മുന്നറിയിപ്പ് ഇപ്പോൾ യുദ്ധത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നു. പാകിസ്ഥാൻ ഒരേ സമയം 2 യുദ്ധമുഖങ്ങൾ 2 ഫ്രണ്ട് വാർ നേരിടേണ്ടി വരുമോ എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത്. ഇനി ഈ യുദ്ധം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദനയാണ്. ഇന്ത്യക്ക് ഇറാനുമായി നല്ല ബന്ധമുണ്ട്, നമ്മുടെ ചാബഹാർ പോർട്ട് പോലെയുള്ള അതുവഴിയുള്ള ബന്ധമുണ്ട്. അതേസമയം സൗദിയുമായി വലിയ സാമ്പത്തിക ഊർജ്ജ ബന്ധവുമുണ്ട്. പാകിസ്ഥാൻ ഈ സംഘർഷത്തിലേക്ക് നേരിട്ടിറങ്ങുന്നത് ഇന്ത്യക്ക് ഭീഷണിയാണോ? തീർച്ചയായും. പാകിസ്ഥാൻ സൈന്യം സൗദിയിൽ വിന്യസിക്കപ്പെട്ടാൽ മിഡിൽ ഈസ്റ്റിലെ അവരുടെ സ്വാധീനം വർദ്ധിക്കും. പാകിസ്ഥാൻ സൈനികമായി ഇടപെടുമ്പോൾ ഇന്ത്യ സാമ്പത്തികമായും സാങ്കേതികമായും ബദൽ മാർഗങ്ങൾ തേടുകയാണ്. അമേരിക്കയിൽ റിലയൻസ് നടത്തുന്ന റിഫൈനറി നിക്ഷേപങ്ങളും സൗദി വഴി യൂറോപ്പിലേക്ക് ചരക്ക് എത്തിക്കാനുള്ള IMEC ഇടനാഴിയും ഇന്ത്യയുടെ ദീർഘവീക്ഷണമാണ്. ഇത് ഇന്ത്യയുടെ ലുക്ക് വെസ്റ്റ് പോളിസിക്ക് ചെറിയൊരു തിരിച്ചടി ആയേക്കാം. ഹോർമുസ് കടലിടുക്ക് ഇറാൻ ബ്ലോക്ക് ചെയ്തത് തന്നെയാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാതൽ എന്ന് പറയുന്നത്. ലോകത്ത് വിനിമയം ചെയ്യപ്പെടുന്ന എണ്ണയുടെ 20% കടന്നു പോകുന്ന ഈ റൂട്ട് അടഞ്ഞതോടെ ആഗോള സപ്ലൈ ചെയിൻ തകർന്നു. പാകിസ്ഥാൻ സൗദിക്ക് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ലക്ഷ്യമിടുന്നത് ഈ സപ്ലൈ റൂട്ട് സംരക്ഷിക്കുക കൂടിയാണ്. പാകിസ്ഥാൻ നേവി ഈ മേഖലയിൽ പാട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. ഈ ചരക്ക് കപ്പലുകൾക്ക് ഒരു പരിധിവരെ സംരക്ഷണം നൽകുമെങ്കിലും ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഒരു വശത്ത് പാകിസ്ഥാൻ ഗവൺമെന്റ് സൗദിക്ക് പിന്തുണ നൽകുമ്പോൾ മറുവശത്ത് അവിടുത്തെ സാധാരണ ജനങ്ങൾ പട്ടിണിയിലാണ്. ഇന്ധനവില വർധനവ് കാരണം പാകിസ്ഥാനിൽ പണപ്പെരുപ്പം 40% കടന്നിരിക്കുന്നു. ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുമ്പോൾ സൈന്യത്തെ വിദേശത്തേക്ക് അയക്കുന്നത് രാജ്യത്തിനുള്ളിൽ വലിയ ആഭ്യന്തര കലഹങ്ങൾക്ക് കാരണമായേക്കാം. പ്രത്യേകിച്ച് ഇറാന് അനുകൂലമായ നിലപാടുള്ള വിഭാഗങ്ങൾ പാകിസ്ഥാനിലുണ്ട് എന്നത് കാര്യങ്ങൾ സങ്കീർണമാക്കുന്നു. ഇനിയുള്ള ചോദ്യം, ഈ യുദ്ധം നീണ്ടുപോയാൽ എന്ത് സംഭവിക്കും? ഒന്നാമതായിട്ട് പെട്രോൾ ഡീസൽ വില കുതിച്ചുയരും. അതുപോലെ ഷിപ്പിംഗ് കോസ്റ്റ് കൂടും. ഇത് കൂടുന്നത് കാരണം ഇലക്ട്രോണിക്സ്, വസ്ത്രങ്ങൾ എന്നിവയുടെ വില വർദ്ധിക്കും. ലോകത്തെ പ്രധാന വിപണികൾ, സ്റ്റോക്ക് മാർക്കറ്റ്സ് തകർച്ച നേരിടും. ചുരുക്കത്തിൽ നമ്മളൊരു വലിയ ഗ്ലോബൽ റിസഷനിലേക്ക്, അതായത് ഒരു ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നടന്നു കയറുകയാണ്. ഐക്യരാഷ്ട്രസഭയും മറ്റ് വൻ ശക്തികളും ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആരും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. പാകിസ്ഥാൻ തങ്ങളുടെ സൈനികരെ സൗദിയിലേക്ക് അയച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ അയച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഇത് ഒരു പരോക്ഷമായ യുദ്ധപ്രഖ്യാപനമായിട്ടാണ് ഇറാൻ കാണുന്നത്. അങ്ങനെ തന്നെ മാറുകയും ചെയ്യും. ഇത് ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ഭീതിയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. പശ്ചിമേഷ്യയിലെ ഈ തീ അണയുന്ന ലക്ഷണമില്ല. പാകിസ്ഥാന്റെ സൈനിക വിന്യാസം സൗദിക്ക് വലിയൊരു ആശ്വാസമാണെങ്കിലും അത് ലോകത്തെ മറ്റൊരു വലിയ വിപത്തിലേക്ക് തള്ളിവിടുമോ എന്ന് നമ്മൾ കണ്ടറിയണം. ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾക്ക് ഇത് വലിയൊരു പരീക്ഷണ ഘട്ടമാണ്. പശ്ചിമേഷ്യ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ഭയത്തോടെ ഉറ്റുനോക്കുന്ന ഒരിടം. ഇസ്രായേൽ ഇറാൻ നേരിട്ടുള്ള യുദ്ധം, അമേരിക്കയുടെ ഇടപെടലുകൾ, മിസൈൽ വർഷങ്ങൾ, അങ്ങനെ മൊത്തത്തിൽ വല്ലാത്തൊരു പുകില് തന്നെയാണ് അവിടെ നടക്കുന്നത്. പക്ഷേ ഈ കലുഷിതമായ സാഹചര്യത്തിലും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അമേരിക്കയെയോ ഇസ്രായേലിനെയോ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളെ ഇറാൻ പച്ചയ്ക്ക് വിമർശിക്കുമ്പോൾ, വെല്ലുവിളിക്കുമ്പോൾ ആ വിമർശനങ്ങളുടെ ലിസ്റ്റിൽ ഒരു രാജ്യത്തിന്റെ പേര് മാത്രം ഇറാൻ ബോധപൂർവം ഒഴിവാക്കുന്നു. ആ രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. ലോകം മുഴുവൻ ഉപരോധങ്ങളിലൂടെയും ഭീഷണികളിലൂടെയും ഇറാനെ ശ്വാസം മുട്ടിക്കുമ്പോൾ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ഇറാനിയൻ ഭരണകൂടവും തമ്മിൽ നടന്ന ചർച്ചകൾ ലോകരാജ്യങ്ങളെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇറാന്റെ കടുത്ത നിലപാടുകളിൽ ഇന്ത്യക്ക് മാത്രം ഈ സവിശേഷ ഇളവ്, സ്ട്രാറ്റജിക് റിസ്ട്രെയിന്റ് ലഭിക്കുന്നത്? ഇന്ത്യ ഇറാന് ഇമ്പോർട്ടന്റ് ആകുന്നത് എങ്ങനെയാണ്? 2026 ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യയുടെ റോൾ എന്താണ്? പരിശോധിക്കാം. കാര്യങ്ങൾ സീരിയസ് ആണ്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ വിയോഗത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ മുസ്തഫ ഖമേനി അധികാരം ഏറ്റെടുത്ത കാലമാണിത്. ഇറാന്റെ ചരിത്രത്തിലെ തന്നെ നിർണായകമായ ഒരു ട്രാൻസിഷൻ പീരീഡ്. ഈ സമയത്താണ് ഈ ആഴ്ച ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇറാനിയൻ വിദേശകാര്യമന്ത്രിയുമായി സുപ്രധാന ചർച്ച നടക്കുന്നത്. യുദ്ധം അതിന്റെ കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന ഈ സമയത്തും ഇറാൻ ഇന്ത്യയോട് കാണിക്കുന്ന ഈ ബഹുമാനം വെറും ഒരു സൗഹൃദമല്ല, ഇതൊരു പക്ക കാൽക്കുലേറ്റഡ് പൊളിറ്റിക്കൽ ഡിസിഷൻ ആണ്. ഇസ്രായേലുമായി ഇന്ത്യക്ക് അടുത്ത ഡിഫൻസ് റിലേഷൻ ഉണ്ടെന്ന് ഇറാൻ അറിയാം. അമേരിക്കയുമായി ഇന്ത്യ തന്ത്രപരമായ പങ്കാളിത്തത്തിലാണ് എന്നും അവർക്കറിയാം. എന്നിട്ടും മുസ്തഫ ഖമേനിയുടെ കീഴിലുള്ള പുതിയ ഭരണകൂടം ഇന്ത്യയെ ആദരവോടെയാണ് സ്വീകരിക്കുന്നത്. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇന്ത്യ നടത്തുന്ന ഇടപെടലുകളെ അവർ സ്വാഗതം ചെയ്യുന്നു. ഇവിടെയാണ് നയതന്ത്രം, ഡിപ്ലോമസി വിജയിക്കുന്നത്. ഇനി നമുക്കിതിന്റെ സാമ്പത്തിക വശത്തിലേക്ക് വരാം. മണി ഈസ് ദ കീ. ഇറാന്റെ ഈ താല്പര്യത്തിന് പിന്നിലെ ഏറ്റവും വലിയ ഘടകം സാമ്പത്തികമാണ്. നമുക്കറിയാം, മുൻപ് ഇന്ത്യയുടെ പെട്രോളിയം ആവശ്യങ്ങളുടെ 10% വന്നിരുന്നത് ഇറാനിൽ നിന്നായിരുന്നു.
അമേരിക്കൻ ഉപരോധം കാരണം 2019 നമുക്കത് നിർത്തേണ്ടി വന്നിരുന്നു. എന്നാൽ 2026 കഥ മാറുകയാണ്. രൂപയും റിയാലും അടിസ്ഥാനമാക്കിയുള്ള ലോക്കൽ കറൻസി ട്രേഡ് അഥവാ പ്രാദേശിക കറൻസി ഇടപാടുകളെ കുറിച്ച് ഇരു രാജ്യങ്ങളും വീണ്ടും ഗൗരവമായി ആലോചിക്കുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയെ പോലൊരു ഭീമൻ മാർക്കറ്റിനെ പിണക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായിരിക്കും. അതുകൊണ്ട് തന്നെ നയതന്ത്ര വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും സാമ്പത്തികവാദികൾ ഇന്ത്യക്കായി തുറന്നിടാൻ തയ്യാറാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. അടുത്ത പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് കണക്ടിവിറ്റിയിലാണ്. ഇറാനിലെ ചബഹാർ പോർട്ടാണ് തുറുപ്പുചീട്ട്. ഇത് വെറും ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് മാത്രമല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ തൊടാതെ മധ്യേഷ്യയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും പോകാനുള്ള ഗേറ്റ് വേ ആണിത്. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ഒരു സ്ട്രാറ്റജിക് ട്രംപ് കാർഡാണ്. എങ്ങനെയെന്ന് വെച്ചാൽ അമേരിക്കയുടെ ഉപരോധ ഭീഷണി നിലനിൽക്കുമ്പോഴും ചബഹാറിൽ ഇന്ത്യ നടത്തുന്ന നിക്ഷേപം ഇറാന്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്തിന് ചൈന നൽകുന്ന പിന്തുണയെ പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ സാന്നിധ്യം ചബഹാറിൽ അനിവാര്യമാണെന്ന് ഇറാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയോട് അവർ എപ്പോഴും ഒരു സോഫ്റ്റ് കോർണർ സൂക്ഷിക്കുന്നത്. ഇനി ഗ്ലോബൽ ഇൻഫ്ലുവൻസ്, ഇന്ത്യയുടെ ആഗോള സ്വാധീനം. ഇറാൻ ഇന്ത്യയെ വിലമതിക്കുന്ന മറ്റൊരു ഘടകം നമ്മുടെ ഗ്ലോബൽ ഇൻഫ്ലുവൻസ് തന്നെയാണ്. നോക്കൂ, ഗൾഫ് മേഖലയിൽ മാത്രം ഏകദേശം 1 കോടിയോളം ഇന്ത്യൻ പ്രവാസികളുണ്ട്. ഈ ഒരു വലിയ ജനവിഭാഗം മേഖലയിലെ സുരക്ഷാ കാര്യങ്ങളിൽ ഇന്ത്യയെ ഒരു ഡയറക്ട് സ്റ്റേക്ക് ഹോൾഡറാക്കി മാറ്റുന്നു. ഐക്യരാഷ്ട്രസഭയിലായാലും മറ്റ് അന്താരാഷ്ട്ര വേദികളിലായാലും ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യ പുലർത്തുന്ന മിതമായ നിലപാട് ഇറാന്റെ നിലനിൽപ്പിന് വലിയ സഹായമാണ്. ഇന്ത്യ ഇറാനെ കണ്ണുമടച്ച് വിമർശിക്കാറില്ല. പകരം ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് പറയാറുള്ളത്. ഈ ഒരു ബാലൻസ്ഡ് അപ്രോച്ചാണ് ഇറാന്റെ വിദേശ നയത്തിൽ ഇന്ത്യയെ അനിവാര്യമാക്കുന്നത്. അടുത്തതായി നമ്മൾ മറന്നുപോകാൻ പാടില്ലാത്ത മറ്റൊരു കാര്യമുണ്ട്, ചരിത്രം. സിന്ധു നദീതട സംസ്കാരവും പേർഷ്യൻ സംസ്കാരവും തമ്മിലുള്ള വിനിമയങ്ങൾ മുതൽ തുടങ്ങുന്നതാണ് ഈ ഒരു ബന്ധം. നമ്മുടെ പല ഭാഷകളിലും പേർഷ്യൻ സ്വാധീനമുണ്ട്. 1950 സൗഹൃദ ഉടമ്പടി മുതൽ 2016 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ തെഹ്റാൻ സന്ദർശനം വരെ ഈ ബന്ധം വളർന്ന് പന്തലിച്ചു നിൽക്കുകയാണ്. 2025 മെയ് മാസത്തിൽ നടന്ന 20ാമത് ഇന്ത്യ ഇറാൻ ജോയിന്റ് കമ്മീഷൻ യോഗം വെളിപ്പെടുത്തിയത് ഈ സഹകരണം വർത്തമാനകാലത്തും എത്രത്തോളം സജീവമാണ് എന്നാണ്. അതായത് ഈ ബന്ധം വെറും ഒരു കച്ചവടമല്ല, മറിച്ച് സിവിലൈസേഷണൽ ലിങ്ക് ആണ്. ഇന്ന് 2026 ലോകം ഇന്ത്യയെ നോക്കുന്നത് വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ടാണ്. ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടുന്ന ഇറാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇന്ത്യ നൽകുന്ന ഹോപ്പ് ചെറുതല്ല. ഇസ്രായേൽ ഇന്ത്യയുടെ ഉറ്റ സുഹൃത്താണെങ്കിലും ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങളിൽ ഇന്ത്യ പുലർത്തുന്ന മൗനത്തെ ഒരു ശത്രുതയായിട്ടല്ല ഇറാൻ നോക്കിക്കാണുന്നത്. മറിച്ച് സങ്കീർണമായ ആഗോള സാഹചര്യങ്ങളിൽ ഇന്ത്യ നേരിടുന്ന നയതന്ത്രപരമായ ഒരു പരിമിതി, ഒരു ലിമിറ്റേഷൻ ആയിട്ട് മാത്രമേ അവർ ഇതിനെ നോക്കിക്കാണുന്നുള്ളൂ. ഒരേ സമയം വാഷിംഗ്ടണിലും ടെലവീവിലും തെഹ്റാനിലും ഒരുപോലെ സ്വാധീനം നിലനിർത്താൻ കഴിയുക എന്നത് ഇന്ത്യയുടെ മാത്രം സവിശേഷമായ നയതന്ത്ര മികവാണ്. ഇതിനെയാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നമ്മൾ പ്രാഗ്മാറ്റിക് റിയലിസം എന്ന് വിളിക്കുന്നത്. അതായത് കേവലം വികാരങ്ങൾക്ക് അടിമപ്പെടാതെ പ്രായോഗികമായ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നിലപാട്. ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് പ്രകാരം പശ്ചിമേഷ്യയിലെ യുദ്ധം കനക്കുമ്പോഴും ഇന്ത്യക്കും ഇറാനും ഇടയിൽ ഒരു സുതാര്യമായ നയതന്ത്ര പാലമുണ്ട്. പാകിസ്ഥാൻ ഈ സംഘർഷത്തിൽ സൗദിയോടൊപ്പം ചേർന്ന് സൈനിക നീക്കം നടത്തുമ്പോൾ ഇന്ത്യ പക്ഷം പിടിക്കാതെ സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നു. ഇനി മറ്റു ചില റിപ്പോർട്ടുകൾ പ്രകാരം ചബഹാർ തുറമുഖത്തെ റെയിൽവേ കണക്ടിവിറ്റി വേഗത്തിലാക്കാൻ ഇന്ത്യയും ഇറാനും ധാരണയിലെത്തിയിട്ടുണ്ട്. ഉപരോധങ്ങൾക്കിടയിലും ഇത്തരം വലിയ പ്രൊജക്ടുകളുമായി മുന്നോട്ട് പോകുന്നത് ലോകത്തിന് നൽകുന്ന മെസ്സേജ് വളരെ വ്യക്തമാണ്. തകർക്കാൻ കഴിയാത്ത തന്ത്രപരമായ ഒരു ബന്ധമാണ് ഇന്ത്യയും ഇറാനും തമ്മിലുള്ളത്. ഇറാന്റെ വിദേശ നയത്തിൽ ഇന്ത്യ എന്നത് കേവലം ഒരു രാജ്യമല്ല, മറിച്ച് തകരാൻ പാടില്ലാത്ത ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലാണ്. ഇറാൻ ലോകവുമായി ബന്ധപ്പെടാൻ ഉപയോഗിക്കുന്ന ഈ ചാനൽ ഇന്ത്യയുടെ വിവേകപൂർണമായ വിദേശ നയത്തിന്റെ വിജയം തന്നെയാണ്. പശ്ചിമേഷ്യയിൽ ഇനി എന്ത് മാറ്റമുണ്ടായാലും ആരെ ആക്രമിച്ചാലും ഇന്ത്യയുടെ സാമ്പത്തിക കരുത്തും നയതന്ത്ര പാരമ്പര്യവും ഇറാന്റെ കണക്കുകൂട്ടലുകളിൽ ഇന്ത്യയെ ഒരു ഒഴിച്ചുകൂടാനാവാത്ത ശക്തിയായി നിലനിർത്തും. ഈ തന്ത്രപരമായ ബാലൻസ് വരും ദശകങ്ങളിലും ഏഷ്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ ഘടകമായിരിക്കും. ലോകം ഇതുവരെ കാണാത്ത ഒരു വലിയ ഇക്കണോമിക് വാറിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ആഗോള വിപണിയിൽ ഇപ്പോൾ ഉയരുന്ന ഒരൊറ്റ ചോദ്യം ഇതാണ്. കാരണം മറ്റൊന്നുമല്ല, ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടം ഇന്ത്യയുൾപ്പെടെ 16 പ്രധാന രാജ്യങ്ങൾക്കെതിരെ ഒരു വമ്പൻ ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്, അന്യായമായ വ്യാപാര രീതികൾ പിന്തുടരുന്നു എന്നാണ് ആരോപണം. വെറും ഒരു സാങ്കേതിക നടപടിയല്ല ഇത്. കഴിഞ്ഞ മാസം അമേരിക്കൻ സുപ്രീം കോടതിയിൽ നിന്ന് ഏറ്റ തിരിച്ചടിക്ക് ട്രംപ് നൽകുന്ന മറുപടിയാണിത്. ഇന്ത്യയിൽ നിന്നുള്ള വസ്ത്രങ്ങൾ, ഇലക്ട്രോണിക്, സ്റ്റീൽ എന്നിവയ്ക്ക് അമേരിക്കയിൽ വലിയ തോതിൽ നികുതി കൂടുമോ? എന്താണ് ഈ സെക്ഷൻ 301 അന്വേഷണം? ഇത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും?
പരിശോധിക്കാം. അമേരിക്കൻ ട്രേഡ് റെപ്രസെന്റേറ്റീവ് ജാമിസൺ ഗീറാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. 1974 ട്രേഡ് ആക്ടിലെ സെക്ഷൻ 301 പ്രകാരമാണ് അന്വേഷണം. സിമ്പിളായിട്ട് പറഞ്ഞാൽ അമേരിക്കൻ വിപണിയിലേക്ക് മറ്റ് രാജ്യങ്ങൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ഒഴുക്കുന്നുണ്ടോ എന്നും അത് അമേരിക്കൻ കമ്പനികളെ തകർക്കുന്നുണ്ടോ എന്നും പരിശോധിക്കാനുള്ള ഒരു നിയമമാണിത്. ചൈന, യൂറോപ്യൻ യൂണിയൻ, ഇന്ത്യ, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ 16 രാജ്യങ്ങളാണ് പട്ടികയിലുള്ളത്. രസകരമായ ഒരു കാര്യം ശ്രദ്ധിച്ചോ, അമേരിക്കയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ പങ്കാളിയായ കാനഡയെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ട്രംപിന്റെ ഈ നീക്കം തികച്ചും സ്ട്രാറ്റജിക് ആക്ട് ആണ്. ഈ അന്വേഷണത്തിന്റെ പ്രധാന വില്ലൻ എക്സസ് ഇൻഡസ്ട്രിയൽ കപ്പാസിറ്റി ആണ്. ഇത് കേൾക്കുമ്പോൾ വലിയൊരു സംഭവമായി തോന്നാം, പക്ഷേ സംഗതി സിമ്പിൾ ആണ്. ഒരു രാജ്യം അവരുടെ നാട്ടിലെ ആവശ്യത്തെക്കാൾ എത്രയോ മടങ്ങ് സാധനങ്ങൾ നിർമ്മിക്കുകയും അത് വെച്ചൊഴിക്കാൻ അമേരിക്കൻ വിപണിയെ ഉപയോഗിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഉദാഹരണത്തിന്, ഇന്ത്യ തങ്ങളുടെ സ്റ്റീൽ കമ്പനികൾക്ക് വലിയ തോതിൽ സബ്സിഡി നൽകി കുറഞ്ഞ വിലയ്ക്ക് സ്റ്റീൽ ഉണ്ടാക്കുന്നു എന്ന് കരുതുക. ഈ സ്റ്റീല് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുമ്പോൾ അവിടുത്തെ പ്രാദേശിക സ്റ്റീൽ കമ്പനികൾക്ക് ആ വിലയോട് മത്സരിക്കാൻ കഴിയില്ല. ഇത് അമേരിക്കയിലെ ഫാക്ടറികൾ പൂട്ടാനും തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടാനും കാരണമാകുന്നു എന്നാണ് വാഷിംഗ്ടണിന്റെ വാദം. ഇതിനെയാണ് അവർ അൺഫെയർ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഫെബ്രുവരി 20 അമേരിക്കൻ സുപ്രീം കോടതി ട്രംപിന് ഒരു പണി കൊടുത്തിരുന്നല്ലോ. നാഷണൽ എമർജൻസി നിയമങ്ങൾ ഉപയോഗിച്ച് ട്രംപ് ഏർപ്പെടുത്തിയ ആഗോള താരിഫുകൾ നിയമവിരുദ്ധമാണെന്ന് കോടതി വിധിച്ചു. എന്നാൽ ട്രംപ് തോറ്റുകൊടുക്കാൻ തയ്യാറല്ല. താൽക്കാലികമായി 10% നികുതി ഏർപ്പെടുത്തിയെങ്കിലും അത് ജൂലൈയിൽ അവസാനിക്കുകയും അതിനു മുൻപായി നിയമപരമായി ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത സെക്ഷൻ 301 പ്രകാരം സ്ഥിരമായ നികുതി വർധനവ് നടപ്പിലാക്കാനാണ് ജാമിസൺ ഗീറും സംഘവും നോക്കുന്നത്. ഏപ്രിൽ 15 വരെ പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ സ്വീകരിക്കും. മെയ് മാസത്തിൽ വാദം കേൾക്കും. ജൂലൈയിൽ റിപ്പോർട്ട് പുറത്തുവരും. അതായത് വരാനിരിക്കുന്ന വേനൽക്കാലം ലോക വ്യാപാരത്തിന് അല്പം ചൂടുള്ളതായിരിക്കും. ഇനി ഇതൊരു സാമ്പത്തിക പ്രശ്നം മാത്രമല്ല, വലിയൊരു മനുഷ്യാവകാശ പ്രശ്നം കൂടി ഇതിലുണ്ട്. ഫോഴ്സ്ഡ് ലേബർ, അതായത് നിർബന്ധിത തൊഴിൽ. ഈ തൊഴിലിലൂടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക കടുത്ത നിരോധനം ഏർപ്പെടുത്താൻ പോവുകയാണ്. ചൈനയിലെ ഉയ്ഗൂർ മുസ്ലിം വിഭാഗങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന സോളാർ പാനലുകൾക്കും തുണിത്തരങ്ങൾക്കും നേരത്തെ തന്നെ വിലക്കുണ്ടായിരുന്നു. ഇനി ഈ നിയമം ഇന്ത്യ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് നീക്കം. ഇന്ത്യയിലെ വസ്ത്ര വ്യാപാര മേഖലയിലും കൃഷി മേഖലയിലും തൊഴിലാളികളുടെ ക്ഷാമം എങ്ങനെയുണ്ട് എന്നത് ഈ അന്വേഷണത്തിൽ നിർണായകമാകും. ലാഭത്തിനു വേണ്ടി മനുഷ്യാവകാശങ്ങൾ ബലികഴിക്കുന്ന രാജ്യങ്ങളോട് വിട്ടുവീഴ്ച വേണ്ട എന്ന കർക്കശമായ നിലപാടിലാണ് വാഷിംഗ്ടൺ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തലവേദനയാണ്. കാരണം അമേരിക്കയുമായി നമുക്ക് ട്രേഡ് സർപ്ലസ് ഉണ്ട്. അതായത് നമ്മൾ അങ്ങോട്ട് കയറ്റി അയക്കുന്നതാണ് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ. ഇത് അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധരെ എപ്പോഴും ചൊടിപ്പിക്കുന്ന കാര്യവുമാണ്. ഇത് കൂടാതെ ഇന്ത്യയുടെ PLI, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്, ഈ സ്കീം പോലുള്ള പദ്ധതികളെ അമേരിക്ക അന്യായമായ സബ്സിഡിയായി കാണുമോ എന്നത് കണ്ടറിയണം. മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ടാക്സ് കൂടിയാൽ അത് നമ്മുടെ എക്സ്പോർട്ട് ബിസിനസിനെ സാരമായി ബാധിക്കും. ഐഫോണുകൾ മുതൽ വസ്ത്രങ്ങൾ വരെ ഇതിന്റെ പരിധിയിൽ വരാം. പല സാമ്പത്തിക വിദഗ്ധരും പറയുന്നത് നാം ഗ്ലോബലൈസേഷന്റെ തകർച്ചയിലേക്കാണ് പോകുന്നത് എന്നാണ്. ലോകം മുഴുവൻ ഒരു വിപണി എന്ന പഴയ കൺസെപ്റ്റ് മാറുകയാണ്. ഓരോ രാജ്യവും തങ്ങളുടെ അതിരുകൾക്ക് ചുറ്റും മതിലുകൾ കെട്ടുകയാണ്. അമേരിക്ക തുടങ്ങിവെച്ച ഈ ടാക്സ് വാർ മറ്റു രാജ്യങ്ങളും ഏറ്റെടുത്താൽ ലോക വ്യാപാര സംഘടന WTO വെറും ഒരു കാഴ്ചക്കാരനായി മാറും. ഇറക്കുമതി നികുതി കൂടുമ്പോൾ ആത്യന്തികമായി കഷ്ടപ്പെടുന്നത് നമ്മളെ പോലെയുള്ള സാധാരണക്കാരാണ്. സാധനങ്ങൾക്ക് വില കൂടും, സപ്ലൈ ചെയിൻ തകരും. ചുരുക്കത്തിൽ 2026 പകുതിയോടെ ലോക വ്യാപാര ഭൂപടം ആകെ മാറിമറിയും. ജൂലൈ മാസം ഇതിലൊരു അന്തിമ തീരുമാനമുണ്ടാകും. ഇന്ത്യക്ക് മുന്നിലുള്ള വഴി അമേരിക്കയുമായി ചർച്ച ചെയ്ത് ഈ നികുതി ഭാരം കുറയ്ക്കുക എന്നതാണ്. വരും മാസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ അപ്ഡേറ്റുകൾ ഉണ്ടാകാം. പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ലോകം ഇതുവരെ കാണാത്തത്ര ഭീകരമായ ഒരു ഭീഷണി ഇപ്പോൾ കടലിനടിയിൽ രൂപപ്പെട്ടിരിക്കുകയാണ്. ആകാശത്ത് നിന്ന് വരുന്ന മിസൈലുകളെ നമുക്ക് വെടിവെച്ചിടാം, പക്ഷേ കടലിനടിയിൽ ഒളിപ്പിച്ചിരിക്കുന്ന കണ്ണില്ലാത്ത ഈ നിശബ്ദ കൊലയാളികളെ ആര് തടയും? പശ്ചിമേഷ്യൻ യുദ്ധം ആകാശത്തു നിന്നും കരയിൽ നിന്നും ഇപ്പോൾ കടലിനടിയിലേക്ക് പടർന്നിരിക്കുകയാണ്. പുറത്തുവരുന്ന ഓരോ വാർത്തകളും അതീവ ഗൗരവകരമാണ്. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നാവിക മൈനുകൾ, നേവൽ മൈൻസ് വിന്യസിച്ചു തുടങ്ങിയിരിക്കുന്നു. കടലിനടിയിൽ പതിയിരിക്കുന്ന ഈ നിശബ്ദ കൊലയാളികൾ, നേവൽ മൈൻസ്, ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളെ പോലും നിമിഷങ്ങൾക്കുള്ളിൽ തകർക്കാൻ ശേഷിയുള്ളവയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ഡസൻ കണക്കിന് മൈനുകളാണ് ഇറാൻ ഇതിനോടകം വിന്യസിച്ചിരിക്കുന്നത്. ഇറാൻ ഹോർമുസ് കടലിടുക്കിൽ വിന്യസിച്ച നാവിക മൈനുകൾ വെറും ഒരു പ്രതിരോധ ആയുധമല്ല, ഇതൊരു വമ്പൻ വിനാശത്തിന്റെ മുന്നോടിയാണ്. കിലോമീറ്ററുകളോളം ഒഴുകി നടന്ന് ലക്ഷ്യമില്ലാതെ ആരെയും തകർക്കാൻ ശേഷിയുള്ള ഈ മൈനുകൾ ഇപ്പോൾ ലോക വ്യാപാരത്തിന്റെ നട്ടലൊടിച്ചിരിക്കുകയാണ്. എന്താണ് ഈ അണ്ടർ വാട്ടർ ടൈം ബോംബുകൾ? ഇവ എത്രത്തോളം അപകടകാരികളാണ്? ലോക സമ്പദ് വ്യവസ്ഥയെ ഇത് എങ്ങനെ തകർക്കും? അവ എങ്ങോട്ടൊക്കെ ഒഴുകി നീങ്ങാം?
പശ്ചിമേഷ്യയിലെ ഓരോ കപ്പലുകളെയും കാത്തിരിക്കുന്ന ആ ഭീകരതയെക്കുറിച്ച്, ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത ഈ അണ്ടർ വാട്ടർ ഭീകരതയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആകാശത്ത് നിന്ന് വരുന്ന മിസൈലുകളെ തടുക്കാൻ നമുക്ക് അയൺ ഡോം അല്ലെങ്കിൽ പാട്രിയറ്റ് സിസ്റ്റം ഉണ്ട്. എന്നാൽ കടലിനടിയിൽ കപ്പലുകൾക്ക് താഴെ പതിയിരിക്കുന്ന മൈനുകളെ തടുക്കാൻ നിലവിൽ വലിയ മാർഗങ്ങളൊന്നുമില്ല. കടലിനടിയിൽ വിന്യസിക്കുന്ന സ്ഫോടക വസ്തുക്കളാണ് നേവൽ മൈൻസ് എന്ന് പറയുന്നത്. ഇവയ്ക്ക് കണ്ണുകളോ കാതുകളോ ഇല്ല, പക്ഷെ ഇവ വളരെ സെൻസിറ്റീവ് ആണ്. ഒരു കപ്പൽ ഇതിന് മുകളിലൂടെ എന്തിനേറെ അടുത്തൂടെ പോയാൽ പോലും ഉണ്ടാകുന്ന കാന്തിക മാറ്റങ്ങൾ, മാഗ്നറ്റിക് ഷിഫ്റ്റ്സ്, ശബ്ദം, സൗണ്ട് വൈബ്രേഷൻസ് അല്ലെങ്കിൽ ജലമർദ്ദത്തിലെ മാറ്റങ്ങൾ, പ്രഷർ ഡിഫറൻസ്, ഇത് തിരിച്ചറിഞ്ഞ് ഇവ പൊട്ടിത്തെറിക്കും. ഭയാനകമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു മിസൈൽ കപ്പലിന്റെ മുകൾ ഭാഗത്താണ് അടിക്കുന്നതെങ്കിൽ മൈനുകൾ പൊട്ടിത്തെറിക്കുന്നത് കപ്പലിന്റെ അടിഭാഗം, അതായത് ഹൾക്കിലാണ്. ഇവിടെയാണ് ഈ ആയുധത്തിന്റെ യഥാർത്ഥ ഭീകരത വരുന്നത്. കടലിനടിയിൽ സ്ഫോടനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഷോക്ക് വേവ് കപ്പലിനെ ഉയർത്തി വായുവിലേക്ക് എറിയും. അതായത് ഒരു മൈൻ പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഭീകരമായ ഒരു ഗ്യാസ് ബബിൾ ആണ്. ഈ വാതക കുമിള കപ്പലിനെ ജലനിരപ്പിൽ നിന്ന് ഉയർത്തും. തൊട്ടടുത്ത നിമിഷം കപ്പലിന് താഴെ ഒരു വാക്വം, അതായത് ശൂന്യത അനുഭവപ്പെടുകയും കപ്പൽ സ്വന്തം ഭാരം താങ്ങാനാകാതെ നെടുവെ ഒടിയുകയും ചെയ്യുന്നു. വെറും മിനിറ്റുകൾക്കുള്ളിൽ ഒരു വമ്പൻ എണ്ണക്കപ്പലിനെ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് മുക്കാൻ ഈ ഒരൊറ്റ സ്ഫോടനത്തിന് കഴിയും. ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കപ്പലിലെ ക്രൂവിന് സമയം പോലും കിട്ടില്ല. തികച്ചും അപ്രതീക്ഷിതമായി എല്ലാം തകർത്തെറിയുന്ന ഒരു ഉഗ്ര സ്ഫോടനമാണിത്. ഇനി ഇറാന്റെ ഈ മൈനുകൾ അവിടെ തന്നെ ഇരിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ തെറ്റി. ഈ മൈനുകൾ ഡ്രിഫ്റ്റിംഗ് മൈൻസ് ആയി മാറാനുള്ള സാധ്യതയാണ് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. അതായത് കടൽ ശാന്തമല്ല, ശക്തമായ തിരമാലകളും അടിയൊഴുക്കുകളും ഈ മൈനുകളെ അവയുടെ ചങ്ങലകളിൽ നിന്ന് വേർപെടുത്താം. അങ്ങനെ സംഭവിച്ചാൽ ഈ മൈനുകൾ ലക്ഷ്യമില്ലാതെ കടലിലൂടെ ഒഴുകി നടക്കും. ഹോർമുസ് കടലിടുക്കിൽ വിന്യസിച്ച ഒരു മൈൻ ഒഴുകി ഒമാനിലോ UAE തീരത്തോ അല്ലെങ്കിൽ അറബിക്കടലിന്റെ നടുവിലോ വരെ എത്താമെന്ന് സാരം. യുദ്ധവുമായി ഒരു ബന്ധവുമില്ലാത്ത പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങളോ ചരക്ക് കപ്പലുകളോ ഈ ഫ്ലോട്ടിംഗ് ഡെത്തിൽ തട്ടി തകരാം. ഇതൊരു നിയന്ത്രണമില്ലാത്ത അരാജകത്വമാണ് കടലിൽ സൃഷ്ടിക്കുന്നത്. എവിടെയാണ് മൈൻ ഉള്ളതെന്ന് ആർക്കും പറയാനും കഴിയില്ല. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഹോർമുസ് കടലിടുക്കിൽ മാത്രം ഡസൻ കണക്കിന് മൈനുകൾ ഇറാൻ ഇതിനോടകം വിന്യസിച്ചു കഴിഞ്ഞു. അങ്ങനെ ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ 20% കടന്നു പോകുന്ന ഈ റൂട്ട് ഇപ്പോൾ ഒരു മരണക്കെണിയായി മാറിയിരിക്കുന്നു. ഇറാന്റെ 16 മൈൻ ലേയിങ് കപ്പലുകൾ അമേരിക്ക തകർത്തിട്ടും ഇറാന്റെ കൈവശമുള്ള ആയിരക്കണക്കിന് ചെറു കപ്പലുകൾ ഉപയോഗിച്ച് അവർ ഈ പണി തുടരുകയാണ്. ഇനി ലേറ്റസ്റ്റ് ഇന്റലിജൻസ് സൂചിപ്പിക്കുന്നത് ഇറാൻ ഉപയോഗിക്കുന്നത് അത്യാധുനിക അക്കൗസ്റ്റിക് ആൻഡ് മാഗ്നറ്റിക് മൈൻസ് ആണ് എന്നാണ്. അതായത് ഒരു കപ്പലിന്റെ എഞ്ചിൻ ശബ്ദം കേട്ടാലോ ആ കപ്പലിന്റെ മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക പ്രഭാവം തിരിച്ചറിഞ്ഞാലോ ഈ മൈനുകൾ സ്വയം ആക്റ്റീവ് ആകും, പൊട്ടിത്തെറിക്കും. കപ്പൽ മൈനിൽ തൊടണമെന്ന് പോലുമില്ല. അതിന്റെ അടുത്തുകൂടി പോയാൽ മതി, മരണം സുനിശ്ചിതമാണ്. ഇനി എന്തുകൊണ്ടാണ് ഇറാൻ ഈ വഴി തിരഞ്ഞെടുത്തത്? കാരണം ഈ കടലിടുക്കിന്റെ ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ മൈനുകൾ വിന്യസിക്കുന്നത് വളരെ എളുപ്പമാണ്. അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ പക്കൽ ഏകദേശം 3000 മുതൽ 6000 വരെ അത്യാധുനിക മൈനുകൾ ഉണ്ട് എന്നാണ്. ഇതിൽ ചൈനീസ്, റഷ്യൻ സാങ്കേതിക വിദ്യയിലുള്ളവയും ഉൾപ്പെടുന്നുണ്ട്. ഇവയെ കണ്ടെത്തുക എന്നത് അത്യാധുനിക നാവിക സേനകൾക്ക് പോലും വലിയ വെല്ലുവിളിയാണ്. ചില റിപ്പോർട്ടുകൾ പ്രകാരം നാവിക മൈനുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവയുടെ കോസ്റ്റ് ടു ഡാമേജ് റേഷ്യോ ആണ്. അതായത് വെറും കുറഞ്ഞ തുകയ്ക്ക് നിർമ്മിക്കാവുന്ന ഈ മൈനുകൾക്ക് 100 കണക്കിന് കോടികൾ വിലയുള്ള യുദ്ധക്കപ്പലുകളെയും ടാങ്കറുകളെയും തകർക്കാൻ കഴിയും. ഈ മൈനുകൾ വരുത്തുന്ന നാശനഷ്ടം കേവലം സൈനികമല്ല, ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഇക്കണോമിക് ഷോക്ക് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഒന്ന്, കണ്ടെത്താൻ പ്രയാസമാണ്. അതായത് കടലിനടിയിലെ മണ്ണിലോ ചെളിയിലോ പുതഞ്ഞു കിടക്കുന്ന ഇവയെ അത്യാധുനിക സോണാർ സിസ്റ്റങ്ങൾ ഉപയോഗിച്ചാൽ പോലും കണ്ടെത്താൻ പ്രയാസമാണ്. രണ്ടാമതായിട്ട് സൈക്കോളജിക്കൽ വാർഫെയർ, അതായത് ഭീതി പരത്തുക. ഒരൊറ്റ കപ്പൽ മൈനിൽ തട്ടി തകർന്നാൽ മതി, പിന്നെ ആ വഴിക്ക് വരാൻ ഒരു കപ്പലും തയ്യാറാകില്ല. അതോടെ ലോക വ്യാപാരം നിലയ്ക്കും. ഇനി മൂന്നാമത്തത് നീക്കം ചെയ്യാൻ, ഈ മൈനുകൾ നീക്കം ചെയ്യാനുള്ള കാലതാമസമാണ്. കടലിലെ മൈനുകൾ നീക്കം ചെയ്യുന്ന പ്രക്രിയയെ മൈൻ സ്വീപ്പിംഗ് എന്നാണ് വിളിക്കുന്നത്. ഇത് അതീവ അപകടകരവും ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ വരെ എടുക്കുന്ന പണിയുമാണ്. ഹോർമസ് കടലിടുക്ക് ലോകത്തിന്റെ ചോക്ക് പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ മൈനുകൾ വിന്യസിക്കുന്നത് വഴി ഇറാൻ ലക്ഷ്യമിടുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ ശ്വാസം മുട്ടിക്കാനാണ്. റിസ്കുകളും നിരവധിയാണ്. എണ്ണ വിതരണം തകരും. സൗദി, UAE, കുവൈത്ത് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണക്കപ്പലുകൾക്ക് ഈ വഴി വരാൻ കഴിയില്ല. ഇത് ലോക വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $200 വരെ ഉയരാൻ കാരണമാകും. ഇന്ത്യയുടെ ആശങ്കയാണിനി. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ ഭൂരിഭാഗവും ഈ റൂട്ടിലൂടെയാണ് വരുന്നത്. മൈൻ ഭീഷണി കാരണം കപ്പലുകൾ വരാതെ ഇരുന്നാൽ ഇന്ത്യയിൽ പെട്രോൾ, ഡീസൽ വില കുതിച്ചുയരും. അത് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയെയും സാരമായി ബാധിക്കും. അമേരിക്കൻ സൈനിക നീക്കമാണിനി.
ഇറാന്റെ ഈ നീക്കത്തെ നേരിടാൻ US നേവി തങ്ങളുടെ മൈൻ സ്വീപ്പർ കപ്പലുകളെ ഈ മേഖലയിലേക്ക് അയച്ചു കഴിഞ്ഞു. ഇത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു വലിയ നാവിക യുദ്ധത്തിലേക്ക് വഴിമാറാൻ സാധ്യതയുണ്ട്. ഇനി നമ്മളൊന്ന് ചരിത്രത്തിലേക്ക് നോക്കിയാൽ 1980കളിലെ ഇറാൻ-ഇറാഖ് യുദ്ധത്തിന്റെ ഭാഗമായ ടാങ്കർ വാർ, ആ സമയത്ത് ഇറാൻ വിന്യസിച്ച മൈനുകൾ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു. USS സാമുവൽ ബി റോബർട്ട്സ് എന്ന യുദ്ധക്കപ്പൽ ഒരു സാധാരണ ഇറാനിയൻ മൈനിൽ തട്ടി തകരാറിലായത് ചരിത്രമാണ്. അന്ന് ഇറാൻ ഉപയോഗിച്ചിരുന്നത് കുറച്ച് സിമ്പിളായ മൈനുകൾ ആയിരുന്നുവെങ്കിൽ ഇന്ന് 2026 അവരുടെ പക്കൽ സ്മാർട്ട് മൈനുകൾ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതൊരു സൈനിക പ്രശ്നം മാത്രമല്ല, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ സാമ്പത്തിക പ്രഹരമാണ്. ലോകത്തിലെ ഷിപ്പിംഗ് ഇൻഷുറൻസ് കമ്പനികൾ ഇതിനോടകം തന്നെ ഹോർമുസ് ഇതാക്കി കഴിഞ്ഞു. ഇതിന്റെ അർത്ഥം നമ്മൾ വാങ്ങുന്ന ഫോണുകൾ, കാറുകൾ, മറ്റ് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ എന്നിവയുടെ എല്ലാം വില ഉടൻ തന്നെ വർദ്ധിക്കുമെന്നാണ്. ചരക്ക് നീക്കം നിലയ്ക്കുന്നത് ആഗോള സപ്ലൈ ചെയിനെ തകിടം മറിക്കും. ലോകം ഒരു വലിയ ഗ്ലോബൽ റിസഷനിലേക്ക്, സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് വീണ്ടും നടന്നെടുക്കുകയാണ്. അവസാനമായി പറയട്ടെ, ഹോർമുസ് കടലിടുക്കിലെ ഈ മൈൻ വിന്യാസം ഒരു വലിയ പ്രകോപനമാണ്. കടലിനടിയിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഈ ഭീകരതയെ ലോകശക്തികൾ എങ്ങനെ നേരിടുമെന്ന് കണ്ടറിയണം. 2026 മാർച്ച് 12 ഈ സാഹചര്യം ഒരുപക്ഷെ ലോകത്തെ ഒരു പുതിയ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടേക്കാം. കടലിനടിയിൽ ഇറാൻ ഒരുക്കിയ ഈ കെണി ലോകത്തെ മുഴുവൻ ഇരുട്ടിലാക്കാൻ പോകുന്നതാണ്. ആകാശത്തെ യുദ്ധത്തേക്കാൾ ഭീകരമാണ് കടലിനടിയിലെ ഈ നിശബ്ദ യുദ്ധം. ഒഴുകി നടക്കുന്ന ഈ മൈനുകൾ നാളെ നമ്മുടെ തീരങ്ങളിലേക്ക് പോലും എത്തിയേക്കാമെന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ലോകം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരം വെല്ലുവിളികൾ പുതിയ അവസരങ്ങൾക്കും കൂട്ടായ്മകൾക്കും വഴിതുറക്കുമെന്നതാണ് ചരിത്രം. നയതന്ത്രപരമായ വിവേകത്തിലൂടെയും രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിലൂടെയും ഈ സംഘർഷങ്ങൾക്ക് സമാധാനപരമായ ഒരു പരിഹാരം കണ്ടെത്താനാകുമെന്ന് നമുക്ക്